Yellow diamonds in the light. എനിക്ക് ഈ toy കിട്ടിയപ്പോഴേ എനിക്ക് എന്റെ ഡൈനോസർ toy? Oh, super. Cheers. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബാദ് ക്രോയ്സ്നാഹർ യാർ മാർക്കറ്റിലാണ്. കിർമിസ് എന്നറിയപ്പെടുന്ന ഈയൊരു യാർ മാർക്കറ്റ് എല്ലാ വർഷവും ആഗസ്റ്റ് മാസങ്ങളിൽ 5 ദിവസം കൊണ്ടാണ് ഈയൊരു വലിയൊരു ഫെസ്റ്റിവൽ അവരിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. 5 ദിവസത്തിൽ നീണ്ടു നിൽക്കുന്ന വലിയ കലാപരിപാടികളും അതുപോലെ തന്നെയുള്ള അമ്യൂസ്മെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പാർക്കും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെയുള്ളൊരു മിനിയേച്ചർ വെർഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന രീതിയിലാണ് ഈ യാർസ് മാർക്കറ്റ് ഫുള്ളുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് ഏരിയാസ് ഉണ്ടാവും, അതുപോലെ സെയിൽസിന് വേണ്ടിയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകൾ ഉണ്ടാവും. ഒരുപാട് നേരം ഫാമിലിയുമായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് യാർസ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ദിവസേന 1000-ലധികം ആളുകൾ സന്ദർശിക്കുന്ന ഈ ഒരു മാർക്കറ്റ് നടക്കുന്നത് ബാദ് ക്രോയ്സ്നാഹ് സിറ്റിയിലാണ്. ബാദ് ക്രോയ്സ്നാഹ് സിറ്റിയിൽ ഫ്ലിങ്സ്റ്റ് വൈസെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഫെയർ ഗ്രൗണ്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പെർമനൻ്റ് ആയിട്ട് ഈ ഒരു ഫെയർ ഗ്രൗണ്ട് എപ്പോഴും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിലാണ് മിക്കപ്പോഴും ഇവിടെ വരുന്ന സമ്മറിൽ വരുന്ന സർക്കസും അതുപോലെ തന്നെയുള്ള കലാപരിപാടികളൊക്കെ അരങ്ങേറുന്നത്. അപ്പോൾ ഇതുപോലെ വലിയ ഒരു അമ്യൂസ്മെൻ്റ് ഏരിയയാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ വലിയ പ്രത്യേകത. അതുപോലെ തന്നെ കിഡ്സിനായാലും ഫാമിലീസിനായാലും വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളി സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാവിധ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റൈഡുകളൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. നമ്മൾ വീഗാലാൻഡിലും അതുപോലെ അത് വണ്ടർലയിലൊക്കെ കാണുന്ന പോലെയുള്ള അമ്യൂസ്മെൻറ്റ് പാർട്ടികളും ഏരിയകളൊക്കെയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. That tonight's gonna be a good night. That tonight's gonna be. ഫുഡ് ഏരിയ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ വെറൈറ്റി ഫുഡ് ഐറ്റംസും ഈ സ്റ്റാളുകളിൽ ലഭ്യമാണ്. നമുക്ക് പ്രത്യേകിച്ചും ഗ്രില്ലും അതുപോലെ തന്നെ ബേക്കണൊക്കെ ചെയ്തിരിക്കുന്ന ചിക്കൻ റിൻഡ്, അതായത് ബീഫിൻ്റെ പാർട്സൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. അവിടെ നമുക്ക് ഫുഡ് വാങ്ങി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ഡ്രിങ്ക്സ് കഴിക്കാനും ഒക്കെയുള്ള അവിടെ അറേഞ്ച്മെൻറ്റ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കോക്ടെയിൽസും അതുപോലെ തന്നെ മോക്ടെയിൽസും ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. ആ വിശേഷങ്ങളിലൊക്കെ കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഏരിയയിലേക്ക് കാണുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു റൈഡ് ഇത് നമുക്ക് ഫാമിലി ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ നിന്ന് ഈ ഒരു കാണുന്ന ഒരു വലിയൊരു 3-4 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിലേക്ക് വരുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളൊരു റെസ്ക്യൂ, അതായത് ഒരു റെസ്ക്യൂ ചെയ്ത് നമ്മളെങ്ങനെ താഴേക്ക് എത്താം എന്നുള്ളൊരുവിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് അവരെ കാണിക്കുന്നത്. അതിനുശേഷം എന്താ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉത്സാഹമായിട്ടിരിക്കുന്ന ഈ ഒരു രീതിയിലുള്ള റൈഡിലൊക്കെ അവർ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിരുന്നു. അടുത്തതായിട്ട് പ്രേക്ഷകരെ എന്ത് കാണിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ആർച്ചറി സെക്ഷൻ നമ്മളവിടെ കണ്ടത്. ഇവർ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ആ നിൽക്കുന്ന പുള്ളിക്കാരൻ ആ കാണുന്ന ബലൂൺസിൽ 4-3 ആൾ എയിം ചെയ്ത് ഷൂട്ട് ചെയ്തിരുന്നു. അതൊക്കെ കണ്ട് അതിന് ശേഷം എന്താ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ ടോയ് സെക്ഷൻ, അതായത് നമ്മുടെ ക്ലോ മെഷീൻ എന്ന് പറയുന്ന ആ ഒരു മെഷീനിൽ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള വലിയ റൈഡുകൾ, അതായത് ആളുകളുമായിട്ട് ഈ റൈഡുകളിൽ കയറി മേലേക്ക് പോയി ആകാശത്തേക്ക് എറിയുന്ന ആ രീതിയിലുള്ള റൈഡുകളൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. പല വീഡിയോസിൻ്റെയും സെക്ഷനിൽ നമ്മൾ ഇതുപോലെയുള്ള റൈഡുകൾ ഇടയ്ക്ക് കാണിക്കാം. Like a whisper unseen, unseen.
dreams, all stories of the places they've been. ഈ കാണുന്ന റോളർ കോസ്റ്റർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ബബിൾസ് നമുക്ക് കാണാനായിട്ട് ഇടയായത്. ഇത് പൊതുവായിട്ട് 3-4 സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷീനിൽ നിന്ന് ടൈമിംഗ് അനുസരിച്ച് വരുന്ന ബബിൾസാണ്. പിന്നീട് എവലിനും ലിയോണയ്ക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ഗെയിംസൊക്കെ കളിക്കാനായിട്ട് നമ്മൾ അവരെടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന ഗെയിമുകളിലൊക്കെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ കാണുന്ന രീതിയിലുള്ള ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാറുകളും അതുപോലെ തന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ ഷോപ്പുകളും നമ്മൾ കണ്ടിരുന്നു. ഈ കാണുന്ന റൈഡാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആകാശത്തേക്ക് വലിച്ചെറിയുന്ന പോലെയുള്ളൊരു ഫീലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ 1-2 ഗെയിംസ് കളിച്ചിരുന്നു. അതിലൊരു ഗെയിമാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇവിടെ ഈ ഒരു മണലിൻ്റെ ഉള്ളിൽ അവർ ഡയമണ്ട്സ്, അതായത് ഒറിജിനൽ ഡയമണ്ട്സ് അല്ല ബട്ട് പ്ലാസ്റ്റിക് ഡയമണ്ട്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കളർ ഡയമണ്ട്സിനും ഓരോ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന രീതിയിലനുസരിച്ച് ആ ഡയമണ്ട്സിൻ്റെ പോയിൻറ്റ്സ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൈസ് നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കളി എന്താ പറയുക, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലിയോണയും എവലിനും ഒരുപാട് നേരം സെർച്ച് ചെയ്ത് ഡയമണ്ട്സ് കണ്ടെത്തിയിരുന്നു. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പോയിൻറ്റ്സ് കൂടിയ ഡയമണ്ട്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇത്ര പോയിൻറ്റ്സ് ഒരു ഡയമണ്ടിന് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ ആ കളറിലുള്ള ഡയമണ്ട്സ് തന്നെ എടുക്കണം. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന പ്രൈസ് വാങ്ങാനുള്ള ധൃതിയാണ് ഈ കാണുന്നത്. ചൂസ് ചെയ്യണം, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതുപോലുള്ള അവഞ്ചർ എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന ഗെയിമുകളും നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. ഒരുപാട് നേരം നമുക്ക് ഇതിങ്ങനെ നോക്കിയും കണ്ടും ആസ്വദിക്കാനായിട്ട് പറ്റിയിരുന്നു. നമ്മൾ ഇതുപോലെ ഗെയിമിലൊക്കെ കയറാൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ അത്രയും നേരം ക്യൂ നിന്നിട്ട് വേണം ആ ഗെയിമുകളിലേക്ക് കയറാൻ. ഇത് അവിടുത്തെ ഒരു ലോട്ടോ സെൻറ്ററാണ്. നമ്മുടെ നാട്ടിലെ ലോട്ടറി എന്ന് പറയുന്ന സെറ്റപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് പൈസ കൊടുത്ത് അവിടെ നിന്ന് ലോട്ടറി എടുക്കാം. അതിനനുസരിച്ചുള്ള പ്രൈസുകൾ അവർ തരും. പാസ്തയും നൂഡിലിനും ഒക്കെ കിട്ടുന്ന ഷോപ്പിലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്യൂസീൻസാണ് നമുക്കിപ്പോൾ കാണുന്നത്. അതിൻ്റെ സോസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റും വരുന്നതൊക്കെ. നമുക്ക് കേട്ട് പരിചയമുള്ളതും അതുപോലെ തന്നെ നമ്മൾ കണ്ടുപരിചയമുള്ളതുമായ ചുറോസാണ് നമ്മൾ വാങ്ങിയത്. അത് കുറച്ച് സ്വീറ്റായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു. അതിനുശേഷം നമ്മൾ ക്ലോ മെഷീനിൽ നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിരുന്നു. Shadows hum. The pines, they whisper, come undone. A fox, it darted through the air. Its eyes held stories, bold and rare. Branches crack beneath my feet. The earth, it drums. ഒന്നും നമ്മുടെ കയ്യിലൊതുങ്ങിയില്ല. നമ്മൾ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ കാണുന്ന പോലെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും കയ്യിലൊതുങ്ങിയില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് അതെന്തായാലും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഞാൻ ആലോചിക്കായിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കൊക്കെ പെരുന്നാളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ. ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രൈസൊക്കെ കിട്ടിയെന്നിരിക്കാം. പക്ഷേ ആ ഒരു പ്രൈസ് കിട്ടാനായിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാനായിട്ടുള്ളൊരു സംഭവം ഈ ഒരു ഫിഷിംഗ് ആണ്. ഡക്ക് ഹണ്ടിങ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇത് ഈ ഡക്കുകൾ വെള്ളത്തിൽ പോകുന്നത് നമ്മൾ ഈ ഒരു ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് എടുക്കണം. അപ്പോൾ ആ എടുക്കുന്ന കാര്യം അത് കുട്ടികൾക്ക് വളരെ സിമ്പിളാണ്.
അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ആ ഒരു ഗെയിം നമ്മൾ കളിച്ചിരുന്നു. അതിനുശേഷം ഈ ഡക്കുകളെ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ഗെയിം കളിച്ചതിൻ്റെ ഒരു സന്തോഷവും അതുപോലെ തന്നെ ഗെയിം കളിച്ച് അവർ ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ. നമ്മളപ്പോൾ യാറസ് മാർക്കറ്റ് കണ്ട് ഇതാ തിരിച്ചു പോവാണ്. ലിയോണയ്ക്ക് എന്താ കിട്ടിയേ? ടോയ്. ഓ സൂപ്പർ. സോ അപ്പോൾ നമ്മുടെ യാറസ് മാർക്കറ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്. This weight of loss, it pulls my skin. Dreams collide with reality's grin. Was it all for